പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വീട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. വീടല്ല, ഞങ്ങൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു താമസം. ഒരു 5-6 മാസക്കാലം ഈ വീട്ടിൽ അതെ 6 മാസം എന്ന് തന്നെ പറയാം. 6 മാസം ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വീട് പണിയും കാര്യങ്ങളും കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ വീടിനടുത്ത് തന്നെയുള്ളൊരു വീടെടുത്ത് മാറുമായിരുന്നു ചെയ്തിരുന്നത്. ഈ വീട്ടിൽ ഇനി എന്തായാലും എനിക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല എന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എൻ്റെ നാളത്തേക്കുള്ള ഓർമ്മകൾക്കും കൂടെ വേണ്ടിയിട്ട് ഇതെടുത്ത് വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഇത് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഈ വീട് കുറച്ച് വിഷ്വൽസ് എനിക്ക് വേണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നു. ഈ വീട്ടിലെനിക്ക് വളരെ വലിയൊരു ദുഃഖത്തിലൂടെ ഞാൻ പോയൊരു വീടാണ്. അതിനപ്പുറം സന്തോഷമാണോ സമാധാനമാണോ എന്താണെന്നറിയത്തില്ല. എൻ്റെ ലൈഫിലെ വളരെ വലിയൊരു 6 മാസമാണ് ഞാനവിടെ താമസിച്ചിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു കാലഘട്ടം, പ്രധാനപ്പെട്ട കാലഘട്ടമെന്നോ എന്തെനിക്കറിയത്തില്ല അതിനെന്താ പറയേണ്ടതെന്ന്. അങ്ങനെ ഒരു സമയത്തിലൂടെ ഞാൻ കടന്നുപോയ ഒരു ഇടമായിരുന്നു ഇവിടെ. ഈ വീട്, ഈ റൂമിലോട്ടൊന്നും ഞാൻ ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ കുറേ നേരം ഞാൻ തനിയെ ആ വീട്ടിലിരുന്ന് കുറച്ച് സമയം ചിലവഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. എന്ത് തന്നെയായാലും അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് സാധനം മാറ്റുമായിരുന്നു. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി അറിയാമല്ലോ. ഏത് വഴി കൂടെയൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് സാധനം ഒതുക്കി പറക്കി വെക്കണം എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുമായിരുന്നു. എന്തായാലും വീട്ടിൽ വന്ന് ഫുഡൊക്കെ വയ്ക്കുന്നതിന് മുമ്പേ പാല് കാച്ചി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന് മുമ്പേ രാവിലെ എനിക്കൊന്ന് മുഖത്തിലെ അമ്പലത്തിൽ പോകണം എന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട്, അതിന് മുന്നത്തെ വർഷത്തിൽ മുഖത്തിലെ അമ്പലത്തിൽ ഒരുപാട് വീഡിയോസും ഷോർട്സും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എടുത്ത് ഉത്സവത്തിന് ഒരു ആഘോഷമായിരുന്നു എനിക്ക്. ഇതുവരെയുള്ള കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുന്നേ ഉള്ള വർഷം വരെയുള്ള എല്ലാ ഉത്സവവും എനിക്ക് അങ്ങനെ തന്നെയാണ്. മുഖത്തിലക്കാർക്ക് അങ്ങനെയാണല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ഞാൻ നാട്ടിലില്ല. ഈ വർഷത്തെ ഉത്സവത്തിന് ഞാൻ നാട്ടിലുണ്ടായിട്ടും ഞാൻ അമ്പലത്തിലോട്ടൊന്നും പോയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും താമസം തുടങ്ങുമ്പം പാല് കാച്ചി തുടങ്ങണമെന്നാണല്ലോ. ഈ സമയമാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പാല് കാച്ചി തന്നെ ഇവിടെ പാചകം ചെയ്ത് തുടങ്ങണമെന്നുണ്ട്. 2 ദിവസമായിട്ട് പുറത്തു നിന്നാണ് ഫുഡ്. ഇനിയും നമുക്ക് നാളെയും പുറത്തു നിന്ന് ഫുഡ് ആക്കുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല, നമുക്ക് 2 പേര് കൂടെ ഉണ്ട് എക്സ്ട്രാ. അപ്പോൾ എൻ്റെ കുട്ടികൾ, അവർക്കും നമുക്ക് പുറത്തുനിന്ന് വാങ്ങൽ എപ്പോഴും എല്ലാവർക്കും വാങ്ങൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ നാളെ മുതൽ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പം ഞാൻ പാല് കാച്ചാൻ പോവുകയാണ്. ഞാനും കനിയും മാത്രമേ ഇപ്പോൾ പാല് കാച്ചിന് ഇവിടെ ഉള്ളൂ. ഇല്ലേ കനിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം കേക്കൊക്കെ മുറിച്ച് ആ കേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? ശരി. ചായ കുടിക്കാം. ഓക്കെ. കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം. കുറേ കാര്യങ്ങൾ ലൈഫിൽ വന്നു പോയി. ഒന്നിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയതും ഒന്നും എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ വന്നതുകൊണ്ട് ഇത് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ആശ്വാസവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ കുറേ നാളുകളായിട്ട് മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാമറ സൈഡ് ഓക്കെ. ഇപ്പം ഞാൻ ആദ്യമേ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നൈറ്റൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കും, വോയിസ് ഓവർ കൊടുക്കാനായിട്ടിരിക്കും, ഇങ്ങനെ പുതിയ വീഡിയോ എന്തെടുക്കാം, അങ്ങനെ ഓരോന്നിനായിട്ട് ഞാനിങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലികൾ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അത്യാവശ്യം ബിസി ആയിരുന്നു. എനിക്കത് ഇഷ്ടമാണ്, പുതിയ വീഡിയോകൾ, അതിൻ്റെ വ്യൂസ് നോക്കിക്കൊണ്ടിരിക്കൽ, അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, മെമ്മറി ഫുള്ളായി. ഓക്കെ. അപ്പോൾ ഭയങ്കര വലിയ രീതിയിലുള്ള വ്യൂസും അങ്ങനെയൊന്നും എനിക്ക് ആയി തുടങ്ങിയില്ലായിരുന്നു എന്നുണ്ടെങ്കിലും എൻ്റെ ആ ചെറിയ ഗ്രോത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അതാണ് സത്യം.
നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സന്തോഷം കിട്ടുക എന്നുള്ളതാണല്ലോ കാര്യം. അതെനിക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയായാലും ഒരു 2 വർഷത്തിന് മേലെയായി ഞാനതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ എനിക്ക് വലിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ. ഞാൻ എന്നിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോസ് നോക്കിയാലറിയാം, ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോ ഒന്നിടും, പിന്നെ ഒരു ഗ്യാപ്പ് വരും, വീണ്ടും ഇടും. അപ്പം നമ്മുടെ ഈ ഒന്നേന്ന് തുടങ്ങണം എന്ന് ഈ ഗ്യാപ്പ് വരുന്നതെല്ലാം ഓരോ തവണയും ഓരോ വീഡിയോസ് ആ ടൈമിൽ വരുന്നതെല്ലാം ഓക്കെ ഇനി മുതൽ ഒന്നേന്ന് തുടങ്ങണം, ഇനി ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്ന വീഡിയോസാണ് അതെല്ലാം. പക്ഷേ എനിക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്കതിൽ വിഷമവും ഇല്ല, കാരണം എനിക്കതിനേക്കാളും വലിയ കാര്യങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ല. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നാളത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. നാളെ എൻ്റെ ഈ ചാനൽ വളർന്ന് വലുതായി പന്തലിക്കുമോ, അല്ലെങ്കിൽ ഇതേതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് പോകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ആ ഒരു ടൈം ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതാണ് കാര്യം. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ അത് മതി. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ അവർ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോഴും വീഡിയോസ് എടുക്കുന്നത് കാണുമ്പോഴും അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും എൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന പലർക്കും ഇപ്പം നല്ല വ്യൂസായി, അവർ അത്യാവശ്യം ഈ പേയ്മെൻ്റൊക്കെ കിട്ടുന്ന രീതിയിലായി ആയിട്ടുണ്ട്, നല്ല വ്യൂസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഞാനിപ്പോഴും ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ടൈം എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ആകാൻ പറ്റുന്നില്ല എന്നുള്ളതിലല്ല, അതിപ്പം ഇനിയാണെങ്കിലും നാളെ ആയാലും നടക്കും. എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നാളെ ആയാലും എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അല്ലാത്ത പക്ഷം എനിക്ക് ആ ഒരു ടൈം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ലേറ്റ് നൈറ്റ് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു, വോയിസ് ഓവർ കൊടുക്കുന്നു, വീഡിയോ ഷെഡ്യൂൾ ചെയ്തിടുന്നു, പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ അടുത്ത വീഡിയോ, ആ ഒരു സാധനം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹാപ്പിനെസ്. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും ഇപ്പോഴും കുറേ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്, കുറേ കാര്യങ്ങൾ, കുറേ വീഡിയോസ് ഇടണം. ഇപ്പോൾ ഞാനൊരു 2 വീഡിയോ ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാക്സിമം എൻ്റെ ലോങ് വീഡിയോ അടുപ്പിച്ച് എനിക്ക് ഇടണം എന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്, കുറേ കണ്ടന്റിൽ ഇങ്ങനെ ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്കിനി എന്ത് തന്നെ ആയാലും ഒരു ശ്രമം നടത്തണം എന്നുണ്ട്. ആ ശ്രമത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു സൈഡിലൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ സ്റ്റക്കാണ് ഒരിടത്ത്. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തതല്ല എൻ്റെ പ്രശ്നം. ഞാൻ അങ്ങോട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്ത് എനിക്കത് എത്രയോ ദിവസം ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫെങ്കിലും എടുത്ത് തുടങ്ങാം. എൻ്റെ ചാനൽ അതല്ല, എൻ്റെ പേരതല്ല, എൻ്റെ ചാനലിൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പക്ഷേ എനിക്ക് അങ്ങനെ ട്രാവൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഓക്കെ എന്തെങ്കിലും വീഡിയോ എങ്കിലും ഇട്ട് അതിനെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുമ്പോഴും എനിക്കതിനെ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ മെയിനായിട്ട് എൻ്റെ അടുത്ത് കുറേ പേര്, എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, ചേച്ചി വീഡിയോ ഇട്ടണം, ചേച്ചി പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും എടുത്ത്, ചേച്ചി ആക്റ്റീവ് ആകെ എന്ന് സ്നേഹമായിട്ട് പറയുന്ന വിരലിനെണ്ണാവുന്ന ആളുകളാണെങ്കിൽ തന്നെയും എന്നെ പരിചയമില്ലാത്തവരുണ്ട് കേട്ടോ. എനിക്ക് ഇതിനകത്ത് കിട്ടിയ കുറച്ചൊരു സന്തോഷം എന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ പലരെയും നേരിട്ട് എനിക്ക് അത്രയും അറിഞ്ഞുകൂടാത്തവർ വരെ 1-2 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ 2-3 പേര് എന്നെ ഇങ്ങനെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് പിന്നീട് വന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്ന കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നത് ആരാ ഇത്? അപ്പം ഞാൻ വെച്ചാൽ എങ്ങനെയാണ് പരിചയം? ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലാതെ വലിയ പരിചയമുള്ളവരായിരിക്കത്തില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര എൻ്റെ വീഡിയോ ഒക്കെ അവർ കാണുന്നുണ്ട്. കുറച്ച് വ്യൂസ് ആണെങ്കിലും ഞാൻ അതെടുത്ത് നിൽക്ക് അത് രഹസ്യം അങ്ങനെ. അപ്പോൾ അതൊക്കെ എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഇരിക്കാതെ എനിക്ക് ഇത്രയും നാളും വീടിൻ്റെ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇപ്പം ഞാൻ എവിടെ ഇരുന്നാൽ സംസാരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുവാണ്. ഞാനൊന്നും ഒതുക്കിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം ഓക്കെ ആക്കി ദൈവം സഹായിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിനി എന്തായാലും എൻ്റെ ഒരു ശ്രമം തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ശ്രമത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരുപാട് വീക്കായി പോയ ടൈമിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അലീഗ. അവൾ
എനിക്കിങ്ങനെ വീഡിയോ എടുക്കും. ഇന്നലെ തന്നെ എനിക്ക് പൂജ, എൻ്റെ ഒരു അനിയത്തി കുട്ടിയാണ്, അവൾ മെസ്സേജ് വേറെ ആളുകളുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ ആ 2 പേരാണ് ഞാൻ എടുത്തു പറയുന്നത്. എനിക്ക് നീ ഇങ്ങനെ നീ വീഡിയോ ഇട്ട് തുടങ്ങും, നീ ആക്റ്റീവ് ആകും, നീ ചെയ്യ്, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് അത്രമാത്രം ചേച്ചി ഇങ്ങനെ ഇരിക്കാതെ ചേച്ചി എന്ന് പറഞ്ഞ് ഇന്നലെ എനിക്ക് പൂജ മെസ്സേജ് ഇങ്ങനെ ഇരിക്കാതെ ചേച്ചി എന്തെങ്കിലും ചെയ്യുക. അവൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് അവൾ ആ പറഞ്ഞ വാക്കുകളിൽ എനിക്ക് ഒരു നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരാൾ നമ്മളെ പുഷ് ചെയ്യുന്നു എന്നുള്ളത്. എനിക്ക് ആ നിന്നുപോയിടത്തുനിന്ന് എനിക്ക് തുടങ്ങണം എന്ന് പറയുന്നില്ല. എനിക്കൊരു പുതിയൊരു തുടക്കം എനിക്ക് എന്തായാലും ആവശ്യമാണ്. ഇനിയിപ്പോൾ അതിന് ശ്രമിക്കുവാണ്. എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ നല്ല പ്രശ്നമുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഫുള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട്, പിന്നെ എൻ്റെ കുറച്ച് കരവിരുതുകളും കൂടെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്തു വയ്ക്കാനുണ്ട്. അങ്ങനെയൊന്ന് നന്നാക്കിയതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.